Hi, I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇത് കണ്ടില്ലേ, നമ്മുടെ ചക്കക്കൂട്ടങ്ങളെ കണ്ടില്ലേ? നോക്കിക്കേ, കണ്ടോ? ഇനി പ്ലാവിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഈ കുഞ്ഞിപ്ലാവിലാണോ ഈ ചക്കയെല്ലാം കൂടെ കിടക്കുന്നതെന്ന്. ഇതാണ് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന പ്ലാവ്. ഇത് വാങ്ങിയത് അമ്പലവയൽ ഫാമിൽ നിന്നാണ്. മറ്റു പല നഴ്സറികളിലും ഇത് കിട്ടുന്നുണ്ട്. ഏതായാലും വർഷം മുഴുവൻ ചക്ക കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല മധുരവും ചുളക്കട്ടിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു വിയറ്റ്നാം ഏർലി വാങ്ങി വെച്ചാൽ നല്ലതാണ്. വളരെ കുറഞ്ഞ സ്പേസ് മതി, കൂടുതലായിട്ട് വലിപ്പവും വെക്കുന്നില്ല. ഇതാണ് ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭാരം കൂടുമ്പോൾ നമ്മളൊരു താങ്ങ് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഒരു കവുങ്ങിൻ്റെ കോലുകൊണ്ട് ഇവിടെ ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിലേക്ക്. അത്രമാത്രം ചെയ്താൽ മതി. ഒരു കമ്പിയോ കയറോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതിനെ വലിച്ചു കെട്ടി വീണു പോകാതെ, ചാഞ്ഞു പോകാതെ നിലനിർത്തിയാൽ മതി. ഇത് നോക്കിക്കേ, ഇതിപ്പം മൂത്ത് കിടക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് മുറിച്ച് തിന്നതാണ്. അപ്പോൾ അടുത്തത് റെഡിയായി വരുന്നുണ്ട്, വീണ്ടും വീണ്ടും വിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും നമുക്ക് ചക്ക തിന്നാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, പ്ലാവിന് നമ്മൾ കൃത്രിമമായിട്ട് യാതൊരു വളങ്ങളും കൊടുക്കുന്നില്ല. വേണമെങ്കിൽ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. ഇവിടെ മണ്ണിൽ വളമുള്ളത് കൊണ്ട് ചുറ്റുമുള്ള കാടൊക്കെ പറിച്ച് അതിൻ്റെ ചുവട്ടിലേക്കിടും. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ചുറ്റുവട്ടം ഒന്ന് പുല്ല് പറിച്ചതാണ്. ഈ പ്ലാവ് വാങ്ങിയത് അമ്പലവയൽ ഫാമിൽ നിന്നാണെന്ന് പറഞ്ഞില്ലേ. എല്ലാവർക്കും ഇപ്പോൾ അമ്പലവയൽ വരാൻ പറ്റത്തില്ലല്ലോ. നല്ല വിശ്വസ്തരായ ധാരാളം നഴ്സറികളുണ്ട്. ഒരു കാലത്ത് അത്ര പ്രാധാന്യമില്ലെന്ന് കരുതിയ ചക്കയും ചക്കക്കുരുവും ഇന്ന് VIP-കളാണ് കേട്ടോ. ക്യാൻസർ രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും നല്ല ആഹാരമാണ് ചക്ക. തൊലി കളയാത്ത ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീനുകളുണ്ട്. ഒത്തിരി മൂല്യവർദ്ധിത ഭക്ഷണവസ്തുക്കളും ഇന്ന് ചക്കയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നല്ല മധുരമുള്ള, എല്ലാ കാലത്തും കായ തരുന്ന, വലിപ്പം കുറഞ്ഞ, ഡ്രമ്മിലൊക്കെ വളർത്താം കേട്ടോ. ഈ വിയറ്റ്നാം ഏർലിയെ ഒന്ന് സ്വന്തമാക്കുക. ഉള്ളവരെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പേര് മറന്നു പോകണ്ട കേട്ടോ, വിയറ്റ്നാം ഏർലി.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.